ശബരിമല ഭക്തർക്ക് നരേന്ദ്രമോദി സർക്കാരിന്റെ സമ്മാനം സ്പെഷ്യൽ വന്ദേ ഭാരത് കേരളത്തിലേക്ക് എത്തി. പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ ബി.ജെ.പി. പ്രവർത്തകർ ട്രെയിനിന് സ്വീകരണം നൽകി. 25 വരെയാണ് ആദ്യഘട്ടത്തിൽ ട്രെയിൻ സർവീസ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ശബരിമലയിലേക്ക് തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും തെലങ്കാനയിൽ നിന്നുമെല്ലാം എത്തുന്ന അയ്യപ്പ ഭക്തരുടെ സൗകര്യം കണക്കിലെടുത്താണ് നരേന്ദ്രമോദി സർക്കാർ സ്പെഷ്യൽ വന്ദേ ഭാരത് ട്രെയിൻ അനുവദിച്ചത്. ഇന്ന് പുലർച്ചെ 4:30 ചെന്നൈയിൽ നിന്ന് പുറപ്പെട്ട ട്രെയിൻ ഉച്ചയ്ക്ക് 12:05 പാലക്കാടെത്തി. ബി.ജെ.പി. പ്രവർത്തകർ വിപുലമായ സ്വീകരണമാണ് പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിന് നൽകിയത്. കേരള സർക്കാർ ഭക്തരോട് ക്രൂരത കാണിക്കുമ്പോൾ ചേർത്തു പിടിക്കുകയാണ് കേന്ദ്രമെന്ന് ബി.ജെ.പി. ജില്ലാ അധ്യക്ഷൻ കെ.എം. ഹരിദാസ് പറഞ്ഞു. കേരളത്തില് ശബരിമല സീസൺ നമുക്കറിയാം. കേരളത്തിലെ മൊത്തം ജനസംഖ്യയേക്കാൾ കൂടുതൽ ആളുകൾ വരുന്ന ഒരു സംവിധാനമാണ് ഈ ഒരു സീസണിലുള്ളത്. പക്ഷേ അതിനുവേണ്ടി ഒരു സംവിധാനവും ഒരുക്കാതെ പോലീസ് സംവിധാനം ഉൾപ്പെടെ അവിടെ എല്ലാ സംവിധാനങ്ങളും താറുമാറാകുന്ന അവസ്ഥയാണ്. നിരവധി സ്പെഷ്യൽ ട്രെയിനുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാർ ഈ അയ്യപ്പ ഭക്തന്മാർക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ഈ സംവിധാനത്തെ സർവാത്മന സ്വാഗതം ചെയ്യുന്നു. കേന്ദ്ര ഗവൺമെന്റ്, നരേന്ദ്രമോദിജി, അതുപോലെ തന്നെ റെയിൽവേ മന്ത്രി ഉൾപ്പെടെയുള്ളവർ വലിയൊരു ആശ്വാസമാണ് അയ്യപ്പ ഭക്തന്മാർക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത്. അതിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ്. ഈ മാസം 15, 17, 22, 24 തീയതികളിലായി 4 ദിവസത്തെ സർവീസാണ് വന്ദേ ഭാരത് നടത്തുക. വെള്ളി, ഞായർ ദിവസങ്ങളിൽ ചെന്നൈയിൽ നിന്ന് രാവിലെ 4:30 പുറപ്പെടുന്ന ട്രെയിൻ വൈകിട്ട് 4:15 കോട്ടയത്തെത്തും. ശനി, തിങ്കൾ ദിവസങ്ങളിൽ രാവിലെ 4:40 കോട്ടയത്ത് നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ വൈകിട്ട് 5:15 ചെന്നൈയിലെത്തും. ശബരിമല തീർത്ഥാടകർക്കായി ആന്ധ്രയിലെ കച്ചേഗുഡിയിൽ നിന്ന് കൊല്ലത്തേക്കും പ്രത്യേക ട്രെയിൻ സർവീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാത്രി 11:45 കച്ചേഗുഡിയിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ 3-ാം ദിവസം കൊല്ലത്തെത്തും. ഡിസംബർ 18, 25, ജനുവരി 1, 8, 15 തീയതികളിലാണ് സർവീസ്. ജനം, പാലക്കാട്.